കുറച്ച് വാക്കുകൾ പറയാനാണ്. സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വരവാഴ്ച കൊണ്ട് വീണ്ടും ക്രിസ്തുമസ് കൂടി എത്തിയിരിക്കുന്നു. ലോകമൊട്ടാകെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജോസഫിന്റെ മറിയത്തിന്റെ മകനായി ഉണ്ണീശോ പിറന്നു. ആ ദിവസത്തിന്റെ ഓണം പൂർത്തിയായി ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. സ്നേഹത്തിന്റെ അതിജീവനത്തിന്റെ പാളങ്ങൾ നമ്മെ പഠിപ്പിച്ച ഈശോയുടെ ജനനത്തിന്റെ ഓണം പൂർത്തിയായി എല്ലാവരുടെയും പുൽക്കൂടുകൾ ഒരുക്കുന്നു. ഉണ്ണീശോ പുൽക്കൂട്ടിൽ ജനിച്ച വാർത്ത മാലാഖമാർ ആട്ടിയമാരെ അറിയിച്ചു. ആട്ടിയമാർക്ക് ഉണ്ണീശോയുടെ അടുത്തെത്താൻ വഴി കാണിച്ചത് ആകാശത്ത് ഉദിച്ച നക്ഷത്രമാണ്. ഉണ്ണീശോ പിറന്നപ്പോൾ മാലാഖമാർ ഇങ്ങനെ പാടി: ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ സംഭവിച്ചവർക്ക് സമാധാനം. ഇതാ ദാവീദ് പട്ടണത്തിൽ ഞങ്ങൾക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു. നമ്മയ്ക്കായി പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ പ്രതീകമാണ്. നിന്നെ പോലെ ഉണ്ടായിക്കാണേ സ്നേഹിക്കണമെന്നാണ് ഈശോ നമ്മെ പഠിപ്പിച്ചത്. ഈ ക്രിസ്മസ് കാലത്ത് മറ്റുള്ള ദേഷ്യമെല്ലാം മാറ്റി നമുക്ക് ഓർമ്മയോടെ മുന്നോട്ട് പോവാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.